നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട. സെന്റ് മേരി മേജർ ബസിലിക്കയിൽ കബറടക്കി. സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തടിച്ചുകൂടി വിശ്വാസികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ട്രംപും സെലൻസ്കിയും വത്തിക്കാൻ. പാകിസ്ഥാനെതിരെ നടപടികൾ കർശനമാക്കി ഭാരതം. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിൽ നയതന്ത്രക്കുറിപ്പ്. ഭീകരാക്രമണത്തെ അപലപിച്ച് UN സുരക്ഷാ കൗൺസിൽ. ജമ്മു കാശ്മീരിൽ 5 ഭീകരരുടെ വീടുകൾ തകർത്ത് സുരക്ഷാ സേന. ഭാരത നയതന്ത്ര നീക്കങ്ങളിൽ പേടിച്ചു വിറച്ചു പാകിസ്ഥാൻ. ഭീകരാക്രമണത്തിൽ അന്വേഷണത്തിന് തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി. സിന്ധു നദീജലം നിലനിൽപ്പിന് അനിവാര്യമെന്നും ഷഹബാസ് ഷെരീഫ്. പ്രതികരണം: ലോകരാജ്യങ്ങൾ ഭാരതത്തിന് പിന്നിൽ അണിനിരന്നതോടെ. കേന്ദ്ര സർക്കാരിന് ഉറച്ച പിന്തുണയുമായി ഒമർ അബ്ദുള്ള. ഭാരതത്തിനെതിരായ പാകിസ്ഥാന്റെ പ്രകോപന പ്രസ്താവനകൾ മുഖവിലക്കെടുക്കേണ്ടതില്ല. നദീജല കരാർ റദ്ദാക്കിയതിലൂടെ കശ്മീരിന് ഗുണമുണ്ടാകുമെങ്കിൽ അതാണ് മികച്ച ചുവടുവെപ്പെന്നും ജമ്മു കശ്മീർ മുഖ്യമന്ത്രി. പ്രകോപനവുമായി ബിലാവൽ ഭൂട്ടോ സർദാരി. സിന്ധു നദിയിലൂടെ ജലമൊഴുകിയില്ല എങ്കിൽ ചോര ഒഴുകും. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ യഥാർത്ഥ ഉടമ പാകിസ്ഥാനെന്നും പാക് പീപ്പിൾസ് പാർട്ടി അധ്യക്ഷൻ. രാജ്യവിരുദ്ധ നിലപാടിൽ വായനക്കാരോട് മാപ്പ് പറഞ്ഞ് ഹിന്ദു ദിനപത്രം. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാക് പക്ഷം പിടിച്ച് വിവാദ തലക്കെട്ട്. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം. വാർത്തകൾ വിശദമായി. അതിരുവിട്ട പ്രകോപനവുമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അധ്യക്ഷൻ ബിലാവൽ ഭൂട്ടോ സർദാരി. സിന്ധു നദിയിലൂടെ ജലമൊഴുകിയില്ല എങ്കിൽ ചോരപ്പുഴ ഒഴുകും. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ യഥാർത്ഥ ഉടമ പാകിസ്ഥാനാണെന്നും ബിലാവൽ. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ബിലാവൽ ഭൂട്ടോയുടെ ഈ പ്രകോപനപരമായ പരാമർശം. कि जो इंडस वाटर ट्रीटी है, जो मुआहिदा हुआ पाकिस्तान और भारत के दरमियान, जिसके तहत भारत ये मान चुका कि सिंधु आपका है, सिंधु पाकिस्तान का है। मोदी ने और उनकी हुकूमत ने ऐलान किया कि अब वो ये मुआहिदा नहीं मानते। और मैं सखर में इसी सिंधु दरिया के साथ खड़े होके भारत को कहना चाहूंगा कि सिंधु हमारा है और सिंधु हमारा रहेगा। या इस दरिया से हमारा पानी बहेगा या उनका खून बहेगा. ഭാരതത്തിന്റെ നയതന്ത്ര നീക്കങ്ങളിൽ ഭയന്ന് പാകിസ്ഥാൻ. പഹൽഗാം ആക്രമണത്തിൽ അന്വേഷണത്തിന് തയ്യാറെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ലോകരാജ്യങ്ങൾ ഭാരതത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഷഹബാസിന്റെ ഈ പ്രതികരണം. UN സെക്യൂരിറ്റി കൗൺസിലും അക്രമത്തെ അപലപിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് UN സുരക്ഷാ കൗൺസിൽ വ്യക്തമാക്കിയിരുന്നു. ഭീകരത സമൂഹത്തിനും മനുഷ്യത്വത്തിനും നേരെ വെല്ലുവിളിയാണെന്നും UN സെക്യൂരിറ്റി കൗൺസിൽ ഏകകണ്ഠമായി പാസാക്കിയ പ്രമേയത്തിലൂടെ പ്രഖ്യാപനവും നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ആക്രമണത്തെ ശക്തമായി അപലപിച്ചിരുന്നു. ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നത് ഉൾപ്പെടെയുള്ള സഹകരണം വീണ്ടും ശക്തമായി തുടരുമെന്ന് തുൾസി ഗബ്ബാർഡ് ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല 30-ലേറെ വിദേശ രാജ്യങ്ങളുമായി ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് സംബന്ധിച്ച തെളിവുകൾ ഭാരതം കൈമാറുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നിർണായക പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. Our eastern neighbor continues a pattern of exploitation, leveling
baseless allegations and false accusations without credible investigation or verifiable evidence. The recent tragedy in Pahalgam is yet another example of this perpetual blame game, which must come to a grinding halt. And now, continuing with its role as a responsible country, Pakistan is open to participate in any neutral, transparent, and credible investigation. അന്വേഷണമാകാമെന്ന് വ്യക്തമാക്കുന്നതിന് പിന്നാലെ സിന്ധു നദിയിലെ ജലം പാകിസ്ഥാന് ആവശ്യമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അന്താരാഷ്ട്ര തലത്തിൽ കാര്യങ്ങൾ പ്രതികൂലമായി ഭവിച്ചതിനെ തുടർന്നാണ് പാകിസ്ഥാന്റെ മനംമാറ്റം. നയതന്ത്ര ഇടപെടലുകളും സൈനിക നടപടിക്കുള്ള ഒരുക്കങ്ങളും പാകിസ്ഥാനെ വിരളി പിടിപ്പിച്ചിരിക്കുന്നുവെന്നാണ് പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് അറിയിച്ച് പാകിസ്ഥാന് നയതന്ത്ര കുറിപ്പ് നൽകി ഭാരതം. ലോകബാങ്ക് ഇടപെട്ടുള്ള തർക്കപരിഹാര ചർച്ചകളിൽ നിന്നും ഭാരതം പിന്മാറും. പാക് പൗരന്മാരെ തിരിച്ചയക്കാനുള്ള നടപടികൾ സംസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ 102 പാക് പൗരന്മാരാണ് ഉള്ളത്. 1960 സിന്ധു നദീജല കരാർ മരവിപ്പിച്ച വിവരം കേന്ദ്ര ജലശക്തി വകുപ്പ് പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിച്ചു. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ദേബശ്രീ മുഖർജി പാക് ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലിക്കാണ് കത്ത് നൽകിയത്. ഒരു കരാറിനെ മാനിക്കാനുള്ള ബാധ്യതയാണ് ആ കരാറിന്റെ അടിസ്ഥാനം. എന്നാൽ ജമ്മു കശ്മീർ ലക്ഷ്യം വെച്ചുള്ള പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരതയാണ് പഹൽഗാം സംഭവമെന്ന് കത്തിൽ പറയുന്നു. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം തീരുമാനിച്ചിരുന്നു. അതേസമയം ഭാരതത്തിലുള്ള പാക് പൗരന്മാരെ തിരികെ അയക്കാനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കി. ഇന്നലെ മുഖ്യമന്ത്രിമാരുമായി ഫോണിൽ സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാകിസ്ഥാൻ പൗരന്മാരെ എത്രയും വേഗം മടക്കി അയക്കാൻ നിർദ്ദേശിച്ചിരുന്നു. കേരളത്തിൽ 102ഉം തമിഴ്നാട്ടിൽ 200ഉം പാകിസ്ഥാൻ പൗരന്മാരുണ്ട്. ഇന്ത്യയിലുള്ള പാക് പൗരന്മാരുടെ വിസ കാലാവധി നാളെ അവസാനിക്കും. മെഡിക്കൽ വിസയിലുള്ളവർക്ക് ചൊവ്വാഴ്ച വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേന ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി. കാശ്മീരിലെ കുൽഗാമിൽ നിന്ന് ഭീകരരെ സഹായിച്ച 2 പേരെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. കുഷഗാമിലെ തൊക്കർപോര മേഖലയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. കാശ്മീരിൽ നിന്ന് പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ അക്രമത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന വാദവുമായി ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് രംഗത്തെത്തി. പാക് ഭീകര സംഘടനയായ ലഷ്കർ എ തൊയ്ബയുമായി ബന്ധമുള്ള TRF നേരത്തെ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കില്ല എന്ന് ഭീകര സംഘടനയായ TRF സംഭവത്തിൻ്റെ ഉത്തരവാദിത്തം ആക്രമണത്തിന് പിന്നാലെ TRF ഏറ്റെടുത്തിരുന്നു. ആരോ തെറ്റായ പ്രചാരണം നടത്തിയെന്നാണ് ഇപ്പോഴത്തെ വാദം. അതേസമയം സൈന്യത്തിൻ്റെ തിരിച്ചടി ഭയന്നാണ് മലക്കം മറിച്ചില്ലെന്നാണ് സൂചന. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, പഹൽഗാം ഭീകരാക്രമണം നടത്തിയതിന് പിന്നാലെ വളരെ പെട്ടെന്ന് ഭീകര സംഘടനയായ TRF ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ മലക്കം മറിയുകയാണ്. ഇതാരോ തെറ്റായ പ്രചാരണം നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ അവരുടെ ഭാഷ്യം. പക്ഷേ ഭാരത സൈന്യത്തിൻ്റെ കനത്ത തിരിച്ചടി ഭയന്നല്ലേ ഇത്തരത്തിലുള്ള ഇവരുടെ ചുവടുമാറ്റം? ഗൗതം. വിനോദേ, ഭയം മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളും തിരുത്തി പറയും എന്നതിൻ്റെ ഉദാഹരണമാണ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഭയന്നുള്ള മലക്കം മറിച്ചിൽ. കാരണം പഹൽഗാമിൽ ഈ ഭീകരാക്രമണം ഉണ്ടായി അന്ന് വൈകുന്നേരം തന്നെ തങ്ങളാണ് ഈ കൃത്യം ചെയ്തത് എന്നത് സംബന്ധിച്ചുള്ളൊരു പ്രഖ്യാപനം നവമാധ്യമങ്ങളിലൂടെ ഇസ്ലാമിക ഭീകര സംഘടനയായ TRF നടത്തിയതാണ്. മാത്രമല്ല, ഈ ഭീകരാക്രമണം നടന്നിട്ട് ഇപ്പോൾ 3 ദിവസം പിന്നിടുന്ന ഘട്ടത്തിൽ പോലും ഇവർ നിലപാട് തിരുത്താൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഭാരത സൈന്യത്തിൻ്റെ കടുത്ത പ്രത്യാക്രമണം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഇന്നലെ ഈ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത ഏതാണ്ട് 4 ഭീകരരുടെ വീടുകൾ ഇതിനകം ഇടിച്ചു നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സൈന്യം വനമേഖലകളിലും അതോടൊപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളിലും നടത്തുന്നു. അതോടൊപ്പം തന്നെ സൈന്യത്തിൻ്റെ കൂടുതൽ സംവിധാനങ്ങൾ അതിർത്തിയോട് ചേർന്ന് വിന്യസിക്കുന്നു. അതായത് ഈ ഭീകര ശക്തികൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കുള്ളൊരു കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ ഭീകരന്മാർ ഓരോരുത്തരായി ഇപ്പോൾ നല്ല വ്യക്തി ചമയാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണ്.
നടത്തുകയാണ്. ഇപ്പോൾ ഈ ഭീകര സംഘടനയായിട്ടുള്ള TRF ഇപ്പോൾ അവകാശപ്പെടുന്നത് ആരോ വ്യാജ അക്കൗണ്ട് രൂപീകരിച്ചതിന് ശേഷം തങ്ങളുടെ പേരിൽ ഇത്തരത്തിൽ അനാവശ്യ പ്രചരണം നടത്തുകയാണ്. തങ്ങൾക്ക് ഈ ഭീകര പ്രവർത്തനവുമായി ഒരു ബന്ധവുമില്ല എന്നാണ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി സുരക്ഷാ സേന നൽകുന്ന കനത്ത തിരിച്ചടി, പ്രത്യേകിച്ച് ഇന്നലെ ഈ ഭീകരവാദികളുടെ വീടുകൾ ഉൾപ്പെടെ ഇടിച്ചു നിരത്തിക്കൊണ്ട് ഭീകര പ്രവർത്തനങ്ങൾക്ക് നിന്ന് കഴിഞ്ഞാൽ ഇതാകും തങ്ങളുടെ അവസ്ഥ, കുടുംബത്തിന്റെ അവസ്ഥ എന്ന കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ടുള്ള വലിയ ഓപ്പറേഷൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ജമ്മു കശ്മീർ താഴ്വരയിൽ തുടരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്ലാമിക ഭീകര സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ഇപ്പോൾ ഭയന്നുകൊണ്ട് മലക്കം മറിച്ചിൽ നടത്തിയിരിക്കുന്നത്. ഇത് ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ മാത്രം അവസ്ഥയല്ല. ഈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായി സുരക്ഷാ സേനയും അതോടൊപ്പം തന്നെ IB-യും ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത് പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബയുടെ ഡെപ്യൂട്ടി കമാൻഡറായിട്ടുള്ള സൈഫുള്ള ഖാലിദാണ്. സൈഫുള്ള ഖാലിദും കഴിഞ്ഞ ദിവസം തനിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന രീതിയിലുള്ള പ്രതികരണം നടത്തിയിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും അതോടൊപ്പം തന്നെ ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലും പാകിസ്ഥാൻ പട്ടാളത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഈ സൈഫുള്ള ഖാലിദ് പ്രഖ്യാപിച്ചത് കശ്മീർ പിടിച്ചെടുക്കുവാനായി തന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യും. അടുത്ത വർഷം ഫെബ്രുവരി മാസം 2-ാം തീയതി ആകുമ്പോഴേക്കും ജമ്മു കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാകുമെന്ന് പ്രഖ്യാപിച്ച ഈ കൊടും ഭീകരൻ ഇപ്പോൾ പറയുന്നത് തനിക്ക് പഹൽഗാം ഭീകരാക്രമണവുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. സൈഫുള്ള ഖുരേഷ് ഖാലിദിന്റെ ഈ മാപ്പ് പറച്ചിലിന് പിന്നാലെയാണ് ഇപ്പോൾ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടും സമാനമായ രീതിയിൽ തങ്ങൾക്ക് ഈ ഭീകരാക്രമണത്തിൽ ബന്ധമില്ല എന്ന പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിനോദ്, വ്യക്തമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഭീകര സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ആദ്യം ഏറ്റെടുത്തത്. പക്ഷേ ഭാരത സൈന്യത്തിൻ്റെ കനത്ത തിരിച്ചടി ഭയന്ന് ഇപ്പോൾ അവർ മലക്കം വരികയാണ്. തങ്ങൾ അത്തരമൊരു അക്രമം നടത്തിയിട്ടില്ല, ആരോ തെറ്റായ പ്രചരണം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ വിശദീകരണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പ്രതിരോധ നീക്കങ്ങളും സൈനിക നടപടികളുടെയും തത്സമയ സംപ്രേഷണം ഒഴിവാക്കണം. മാധ്യമങ്ങൾ ചട്ടങ്ങൾ പാലിച്ച് ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും രാജ്യം നിർണായക നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം മാധ്യമങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയത്. ദേശീയ സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രതിരോധ നീക്കങ്ങളുടെയും സേനാവിന്യാസത്തിന്റെയും തത്സമയ സംരക്ഷണം പൂർണ്ണമായും ഒഴിവാക്കണം. കാർഗിൽ യുദ്ധം, മുംബൈ ഭീകരാക്രമണം തുടങ്ങിയ സംഭവങ്ങളിൽ നിയന്ത്രണങ്ങളില്ലാത്ത റിപ്പോർട്ടിംഗ് വലിയ പ്രത്യാഘാതമുണ്ടാക്കിയെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. അതിനാൽ എല്ലാ മാധ്യമ പ്ലാറ്റ്ഫോമുകളും വാർത്താ ഏജൻസികളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഉത്തരവാദിത്തത്തോടെ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണം. ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിശദീകരിച്ചതിന് ശേഷം മാത്രം വാർത്ത നൽകണമെന്നും ഊഹാപോഹങ്ങൾ ഔദ്യോഗിക വിവരങ്ങളായി പ്രചരിപ്പിക്കരുതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളിൽ വ്യക്തത ഉണ്ടായിരിക്കണമെന്നും 2021 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമപ്രകാരം നൽകിയ നിർദ്ദേശങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി. കേന്ദ്ര സർക്കാരിന് ഉറച്ച പിന്തുണയുമായി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ഭാരതത്തിനെതിരായ പാകിസ്ഥാന്റെ പ്രകോപന പ്രസ്താവനകൾ മുഖവിലേക്ക് എടുക്കേണ്ടെന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞു. പഹൽഗാമിൽ എന്തെങ്കിലും സംഭവിച്ചെന്ന് പോലും പാകിസ്ഥാൻ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. പിന്നീടാണ് ഭാരതം അതിന് പിന്നിലെന്ന ആരോപണം. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കേണ്ട കാര്യമില്ല എന്നും ഒമർ അബ്ദുള്ള പറഞ്ഞു. ഇൻഡസ് നദീജല കരാറിലൂടെ ജമ്മു കാശ്മീരിന് ഒരുപാട് നഷ്ടമുണ്ടായിട്ടുണ്ട്. നിലവിൽ കരാർ റദ്ദാക്കിയതിലൂടെ കാശ്മീരിന് ഗുണമുണ്ടാകുമെങ്കിൽ അതാണ് മികച്ച ചുവടുവെപ്പെന്നും ഒമർ അബ്ദുള്ള കൂട്ടിച്ചേർത്തു. उन्होंने पहले ये तस्लीम ही नहीं किया कि पहलगाम में कुछ हुआ। सबसे पहले क्या कहा उन्होंने? कहा कि ये हिंदुस्तान ने खुद कराया। अब जिन लोगों ने पहले ही हमारे ऊपर ही जो है इल्ज़ाम तलाशी की, अब उसके बाद तो फिर मुश्किल है ना और कुछ कहना। बाकी मैं उनकी बातों में कोई ज़्यादा तबसरा करना नहीं चाहता हूँ। जो हुआ बड़ा अफसोस है, नहीं होना चाहिए था। വീണ്ടും വാർത്തയിലേക്ക്. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ പ്രത്യേക ദൗത്യ സംഘം തകർത്തത് 5 ഭീകരവാദികളുടെ വീടുകൾ. ഇന്നലെ 2 വീടുകളും ഇന്ന് പുലർച്ചെ 3 വീടുകളും തകർത്തത് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ്. ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടനയിലെ പ്രധാനിയായ യസാനുൽ ഹക്കിൻ്റെ പുൽവാമയിലെ വീടും തകർക്കപ്പെട്ടു. ജനൻ ടിവിയുടെ പ്രതിനിധി നന്ദഗോപൻ പുൽവാമയിൽ നിന്നും ചേരുന്നു. നന്ദഗോപൻ, കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഭീകരവാദികൾ താമസിച്ചു വന്ന വീട് സൈന്യം
കൃത്യമായി അത് ബോംബ് വെച്ച് തകർക്കുന്നു. അവിടെ ആ വീടിന് സമീപം ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ ഒഴിപ്പിച്ച ശേഷമായിരുന്നു ഈ സൈനിക നടപടി. ഇപ്പോൾ മറ്റ് 2 വീടുകൾ കൂടി, അല്ലെങ്കിൽ 3 വീടുകൾ ഇന്ന് പുലർച്ചെ തകർത്തിരിക്കുന്നു. അവിടെയും സമാനമായ ഓപ്പറേഷനാണോ സൈന്യം നടത്തിയത്? നന്ദഗോപൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് പുൽവാമ ജില്ലയിലെ മുറാനിൽ എന്നുള്ള സ്ഥലത്ത് യസാനുൽ ഹക്കിൻ്റെ വീട്ടിലാണ്. ആ വീടിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇന്നലെ രാത്രിയിൽ പ്രത്യേക ദൗത്യ സംഘം എത്തി സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഈ വീട് പൂർണ്ണമായും തകർത്തു. ഇയാളൊരു കൊടിയ തീവ്രവാദിയാണ്. അതേപോലെ തന്നെ ലഷ്കർ ഇ തൊയ്ബയുമായും അതേപോലെ തന്നെ ജെയ്ഷായി മുഹമ്മദുമായും ഒക്കെ തന്നെ ബന്ധമുള്ള ഒരു തീവ്രവാദിയാണ്. ഇയാൾക്ക് ഈ പെഹൽഗാവിലെ ബൈസരൻ വാലിയിൽ നടന്ന തീവ്രവാദ ആക്രമണവുമായി ബന്ധമുണ്ട് എന്നുള്ളത് കൃത്യമായി അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയിൽ പ്രത്യേക ദൗത്യ സംഘമെത്തി ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഈ വീട് പൂർണ്ണമായും തകർത്തത്. ഈ വീട് മാത്രമല്ല, ഈ വീട് തകർത്തപ്പോൾ ഇതിൻ്റെ സമീപ പ്രദേശത്തെ ഏതാനും വീടുകൾക്ക് കൂടി കേടുപാടുകൾ പറ്റിയെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ കൂടുതലായിട്ട് തീവ്രവാദികൾ, അതായത് ഇവിടുത്തെ ആൾക്കാരുമായി സംസാരിച്ചപ്പോൾ അവരുടെ വികാരം മനസ്സിലാക്കിയപ്പോൾ ബോധ്യമായൊരു കാര്യം, ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇതൊക്കെ തന്നെ കരുതി കൂട്ടിക്കൊണ്ടാകാം ദൗത്യസംഘം ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഈ വീട് ഇത്രമാത്രം തകർത്തത്. മറ്റ് 4 ഭീകരന്മാരുടെ വീടുകൾ കൂടി തകർത്തു. ഈ വീടുകൾ തകർത്ത എല്ലാ ഇടങ്ങളിലും നമ്മൾ ജനം TV സംഘം എത്തിയിരുന്നു. പക്ഷേ മറ്റ് ഇടങ്ങളിലെ പോലെയല്ല, ഇവിടെ വലിയ രീതിയിലുള്ളൊരു സ്ഫോടനമാണ് നടന്നതെന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവിടെ തകർത്തത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവും. അതായത് മറ്റ് ഇടങ്ങളിൽ വീടുകളൊക്കെ തന്നെ ഭാഗികമായി തകർന്നപ്പോൾ ഇവിടെ ഈ വീട് പൂർണ്ണമായും തകരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതായത് അത്രമാത്രം വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനമാണ് ഇവിടെ നടന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ഇയാൾക്ക് ഈ വീട് ഇപ്പോൾ ഈ യസാനുൽ ഹക്ക് എന്ന് പറയുന്ന ആ ഒരു തീവ്രവാദിക്ക് അയാൾക്ക് ഇതുമായി വളരെ കാര്യമായി ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇന്നലെയും ഇന്നുമായി ഇതിനോടകം തന്നെ 5 ഭീകരവാദികളുടെ വീടുകളാണ് പ്രത്യേക ദൗത്യ സംഘം തകർത്തത്. ഈ 5 വീടുകളും തകർത്തത് രാത്രിയിലാണ്. മാത്രമല്ല ഈ യൂണിഫോമിലെത്തിയ പ്രത്യേക ദൗത്യ സംഘം CRPFൻ്റെയും സൈന്യത്തിൻ്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും ആ പ്രത്യേക സംഘം, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സൈന്യത്തിൽ വളരെ അഗ്രസീവായി നിൽക്കുന്ന ഒരു വിഭാഗം എന്നുള്ളത് RR ആണ്, രാഷ്ട്രീയ റൈഫിൾസാണ്. അങ്ങനെ രാഷ്ട്രീയ റൈഫിൾസിലെ സേനാംഗങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു സംഘമാണ് ഇത് തകർത്തത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിനോടകം തന്നെ 5 പേരുടെ വീടുകൾ തകർത്തു. ഇന്നിപ്പോൾ സെയ്ദ് അഹമ്മദ് കുൽഗാമിലുള്ള സെയ്ദ് അഹമ്മദിൻ്റെ വീടും അതേപോലെ തന്നെ ഷോപ്പിയാനിലെ ചോട്ടിപ്പുരയിലുള്ള ഷാഹിദ് അഹമ്മദിൻ്റെ വീടും ഞാനിപ്പോൾ നിൽക്കുന്ന പുൽവാമ ജില്ലയിലെ മുറാനിലുള്ള യസാനുൽ ഹക്കിൻ്റെ വീടുമാണ് ഇന്ന് തകർത്തത്. ഇന്നലെ ആദിൽ ഹുസൈൻ ഠോക്കർ ഗുരിയിലാണ് അയാളുടെ വീട്. ഒപ്പം തന്നെ ആസിഫ് എന്നുള്ള ത്രാൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആസിഫിൻ്റെ വീടുമാണ് തകർത്തത്. ഈ 5 പേർക്കും കൃത്യമായി ഈ ഭീകരവാദം അല്ലെങ്കിൽ ഈ ബൈസറൻ വാലിയിൽ നടന്ന തീവ്രവാദ ആക്രമണവുമായി ബന്ധമുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇവരെ പ്രാദേശികമായി സഹായിക്കുക മാത്രമല്ല ഇവർ ചെയ്തത്, ഇവരെല്ലാം തന്നെ ഏതാണ്ട് 2017 കാലഘട്ടത്തിൽ പാകിസ്ഥാനിലേക്ക് കടന്ന് അവിടെ ജെയ്ഷായി മുഹമ്മദിൻ്റെയും അതേപോലെ തന്നെ ലഷ്കർ ഇ തൊയ്ബയുടെയും ഒക്കെ തന്നെ പ്രത്യേക ട്രെയിനിങ് എടുത്ത ശേഷം പിന്നീട് കാശ്മീരിൻ്റെ മണ്ണിലേക്ക് വന്ന് നമ്മുടെ രാജ്യത്തേക്ക് വന്ന് വിഘടനവാദവും തീവ്രവാദവും ഒക്കെ തന്നെ നടത്തിയവരാണ് ഇവരിപ്പോഴും പല ഭാഗങ്ങളിലും പല തീവ്രവാദ ആക്രമണങ്ങൾക്കും നേതൃത്വം നൽകുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ചർച്ചകളും മറ്റും നടത്തുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 5 പേരുടെയും വീട് തകർക്കുവാൻ വേണ്ടി പ്രത്യേക ദൗത്യ സംഘം തയ്യാറായത്. മാത്രമല്ല വരും ദിവസങ്ങളിൽ കൂടുതൽ വീടുകൾ തകർക്കുമെന്നുള്ള, അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ തന്നെ കൂടുതൽ പേരുടെ വീടുകൾ തകർക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലെ ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ ദൗത്യ സംഘത്തിനുള്ളത്. പഹൽഗാമിലെ തീവ്രവാദത്തിന് നേതൃത്വം നൽകിയ തീവ്രവാദികളുടെ വീടുകൾ സൈന്യം കൃത്യമായി അത് രേഖപ്പെടുത്തി ആ വീടുകൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 3 വീടുകൾ കൂടി തകർത്തു. അങ്ങനെ ആകെ 5 വീടുകളാണ്, തീവ്രവാദികളുടെ 5 വീടുകളാണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മുടെ സൈന്യം തകർത്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് UN സുരക്ഷാ കൗൺസിൽ ആക്രമണത്തിന് പിന്നിലുള്ളവരെയും സംഘാടകരെയും സ്പോൺസർമാരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയെ സമിതി ചൂണ്ടിക്കാട്ടി. തീവ്രവാദം അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഏറ്റവും ഗുരുതരമായ ഭീഷണിയാണെന്നും UN ആവർത്തിച്ചു. ഇരു രാജ്യങ്ങളുമായി നല്ല ബന്ധമാണ് ഉള്ളതെന്നും
അതിനാൽ തന്നെ വിഷയത്തിൽ ഇടപെടില്ല എന്നാണ് ട്രംപിൻ്റെ നിലപാട്. അമർനാഥ് യാത്രയ്ക്ക് മാറ്റമില്ല. പഹൽഗാം ഭീകരാക്രമണം അമർനാഥ് തീർത്ഥാടനത്തെ ബാധിക്കില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. കനത്ത സുരക്ഷയിലാകും തീർത്ഥാടനം നടത്തുക. അമർനാഥിലേക്കുള്ള പ്രധാന പാതകളിലൊന്ന് പഹൽഗാമിലൂടെയാണ്, മറ്റൊന്ന് ഗാൻഡർബലിലും. അതിനാൽ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ യാത്ര നിർത്തിവെക്കുമോ എന്ന ആശങ്ക ഉയർന്നിരുന്നു. എന്നാൽ കനത്ത സുരക്ഷയൊരുക്കി അമർനാഥ് തീർത്ഥാടനം നടത്തുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. ഒരു ശക്തിക്കും അമർനാഥ് തീർത്ഥാടനം തടയാനാവില്ലെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു. भारत के लोगों में इतना सामर्थ्य है, इतनी हिम्मत है, इतना आत्मविश्वास है कि जल्द ही फिर एक बार पर्यटन वहाँ शुरू होगा, उद्योग वहाँ जाएगा, अमरनाथ की यात्रा होगी और कश्मीर जो विकास के मार्ग पे चल पड़ा है उसको कोई रोक नहीं सकता. ജൂലൈ 3 ആരംഭിച്ച് ഓഗസ്റ്റ് 9 രക്ഷാബന്ധൻ ദിനത്തിൽ 43 ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം സമാപിക്കും. ഇതിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഈ മാസം 15 തുടങ്ങിയിരുന്നു. ജനം, ഡൽഹി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യശുശ്രൂഷ കർമ്മങ്ങൾ മേരി മേജർ ബസിലിക്കയിൽ നടന്നു. ലോക നേതാക്കളും പൊതുജനങ്ങളും സംസ്കാര ചടങ്ങിന് സാക്ഷിയായി. കർദിനാൾ കോളേജ് ഡീൻ ജോയോവനി ബാസ്റ്ററുടെ നേതൃത്വത്തിലായിരുന്നു സംസ്കാര ചടങ്ങ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് മേരി മേജർ പേപ്പൽ ബസിലിക്കയിലേക്ക് വിലാപയാത്രയായിട്ടായിരുന്നു മാർപ്പാപ്പയുടെ ഭൗതികദേഹം എത്തിച്ചത്. ദുരിതമനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്ത ശ്രേഷ്ഠ ഇടയൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് ദിവ്യബലിയോടെ മാർപ്പാപ്പയുടെ അന്തിമ ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിച്ചു. ലോക നേതാക്കൾ അണിനിരുന്ന അന്തിമ ചടങ്ങുകൾക്ക് ലക്ഷക്കണക്കിന് ജനങ്ങളും സാക്ഷിയായി. ഭാരതത്തെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് ദ്രൗപദി മുർമു, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, കിരൺ റിജിജു തുടങ്ങിയവരും അന്തിമ ചടങ്ങുകളിൽ പങ്കെടുത്തു. لأنك أنت القيامة والحياة والراحة لعبدك الراقد أبينا فرانسيس بابا روما إيونياس إمنيمي. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ദിവ്യബലിക്ക് ശേഷം നടന്ന അന്തിമ ശുശ്രൂഷ ചടങ്ങിന് കർദിനാൾ കോളേജ് ഡീൻ ജിയോവനി ബാറ്റിസ്റ്റ നേതൃത്വം നൽകി. തുടർന്ന് വിലാപയാത്രയായി പോപ്പിന്റെ ഭൗതികദേഹം മേരി മേജർ ബസിലിക്കയിൽ എത്തിച്ചു. പിന്നീടാണ് കബറടക്കം പൂർത്തിയായത്. ലോകമാദരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ യാത്രയായി. നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞ വാക്കുകൾ അവശേഷിപ്പിച്ച്, കലവറയില്ലാതെ മനുഷ്യരെ സ്നേഹിച്ച്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. രാജ്യാന്തരം പൂർത്തിയാവുന്നു. ഇനി ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.